തൃശൂർ ജില്ലയിലെ ഒല്ലൂർ മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥികളെ താൻ വില കുറച്ച് കാണുന്നില്ല എന്നാണ്. മണ്ഡലത്തിലെ ശക്തമായ മത്സരം നടക്കുന്നുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി വിജോയ് തോമസ് പറയുന്നത്. അവിടെയാണ് റവന്യൂ മന്ത്രി കൂടിയായ കെ രാജൻ മത്സരിക്കുന്നതറിയാം. സുരേഷ് ഗോപി പിടിച്ച 59,000 വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നും താൻ വിജയിക്കുമെന്നുമാണ് വിജോയ് തോമസ് 24നോട് പറഞ്ഞത്. ശ്രീജിത്തിന്റെ റിപ്പോർട്ട് തൃശൂരിൽ നിന്ന്. ഒല്ലൂരിലെ BJP സ്ഥാനാർത്ഥി ബിജോയ് തോമസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം? എങ്ങനെയുണ്ട്? കന്യാങ്ക അല്ലെന്ന് തോന്നുന്നു. 96 മത്സരം 96 ഒല്ലൂരിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു. 2001 കുന്നംകുളത്ത് BJP സ്ഥാനാർത്ഥിയായിരുന്നു, നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നല്ല പരിചയം, പഴക്കവും തഴക്കവും ഉണ്ട്. എങ്ങനെയുണ്ട് പുതിയൊരു മത്സരം? ഒല്ലൂരിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒല്ലൂർ അറിയാലോ, ഒരു 10 വർഷമായിട്ട് കെ രാജൻ എന്ന ഒരു അധികാരനായ ഒരു മന്ത്രിയൊക്കെയാണ് അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ മണ്ഡലത്തിന്റെ MLA. എങ്ങനെയാണ്, എത്രത്തോളം ഒരു വിജയപ്രതീക്ഷ BJPക്ക്? ഷാജി കോണങ്കണ്ടത്ത് ഒട്ടും മോശം കാൻഡിഡേറ്റ് ഒന്നുമല്ല. ആരും ഒട്ടും മോശമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ കഴിവും കാര്യങ്ങളും പ്രാപ്തിയൊക്കെ ഉണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, BJPയുടെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 59,997 വോട്ട് നേടാനായിട്ട് താമര ചിഹ്നത്തിൽ സാധിച്ചിട്ടുണ്ട്. ആ ഒരു വിജയം ഒല്ലൂരിലെ ജനങ്ങൾ താമരയിൽ വോട്ട് ചെയ്യാനായിട്ട് യാതൊരു വക മടിയില്ല. അതാണ്. അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ ഒരു പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിലെ ജനങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വികസനം കൂടി ഈ നാടിന് ആവശ്യമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായം ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണിത്. ആ മേഖലയിൽ, ക്രിസ്ത്യൻ മേഖലയിൽ ആ വിഭാഗത്തിൻ്റെ കൂടി വോട്ട് അങ്ങേക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടോ? എത്രത്തോളം ഉണ്ടത്? ഞാൻ എല്ലാ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. അതിൽ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഉള്ളതല്ല. അതിൻ്റെ അപ്പുറത്ത് വികസിത ഒല്ലൂരിനെ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും, നല്ലൊരു ശതമാനം ആളുകൾ എനിക്ക് വോട്ട് ചെയ്യും. അതിലൂടെ ഞാൻ വിജയിക്കും. സുരേഷ് ഗോപിയുടെ ഒരു താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത ഒല്ലൂരുകാരൻ, അല്ലെങ്കിൽ ഒല്ലൂരുകാർ തനിക്കും വോട്ട് ചെയ്യുമെന്നാണ് സ്ഥാനാർത്ഥി പറഞ്ഞു വെക്കുന്നത്. ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.